1979 ഒരു തണുത്തുറഞ്ഞ രാത്രി തന്റെ രാത്രി സവാരി കഴിഞ്ഞ് ചിക്കാഗോയിലെ ആർച്ചർ അവന്യൂയിലൂടെ കാറോടിച്ചു പോവുകയായിരുന്ന ടാക്സി ഡ്രൈവർ ആയിരക്കണക്കിന് ആത്മാക്കളുടെ വിശ്രമ സ്ഥലമായ റിസറക്ഷൻ സെമിത്തേരിയുടെ അടുത്തായി റോഡരികിൽ വെളുത്ത ഗൗൺ ധരിച്ചൊരു പെൺകുട്ടി തന്റെ കാറിന്റെ നേരെ കൈ കാണിക്കുന്നത് കണ്ട് അയാൾ കാർ അവളുടെ അടുത്തായി കൊണ്ടു നിർത്തി. അവൾ ഒരക്ഷരം മിണ്ടാതെ കാറിന്റെ ബാക്ക് ഡോർ തുറന്ന് കാറിനുള്ളിലേക്ക് കയറി. കാർ ഇരുളടഞ്ഞ റോഡിലൂടെ മുന്നോട്ട് നീങ്ങി. അവൾ തനിക്ക് ഇറങ്ങേണ്ട സ്ഥലത്തെ പറ്റിയല്ലാതെ മറ്റൊരു വാക്കും അയാളോട് മിണ്ടിയില്ല. അങ്ങനെ നിശബ്ദത നിറഞ്ഞ സമയങ്ങൾ കടന്നുപോയി. പെട്ടെന്ന് ആ നിശബ്ദത ഇല്ലാതാക്കിക്കൊണ്ട് ആ പെൺകുട്ടി ഉച്ചത്തിൽ ഡ്രൈവറോട് കാർ നിർത്താൻ ആവശ്യപ്പെട്ടു. ഇത് കേട്ടയുടൻ തന്നെ ഡ്രൈവർ കാർ നിർത്തി അവളോട് എന്താണെന്ന് തിരക്കി. അതിന്റെ മറുപടി എന്ന പോലെ അവൾ റോഡിന്റെ ഇടതുവശത്ത് കണ്ട ഉപേക്ഷിക്കപ്പെട്ട ഒരു പഴയ വീടിന് നേരെ കൈ ചൂണ്ടി. ഇത് കണ്ട ഡ്രൈവർ ഇവിടെയാണോ നിങ്ങൾക്ക് പോകേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് പിറകിലേക്ക് തിരിഞ്ഞു നോക്കി. ഒരു നിമിഷം അയാൾ അമ്പരന്ന് പോയി. കാരണം ബാക്ക് സീറ്റിൽ ആരും തന്നെ ഇല്ലായിരുന്നു. ഈ പെൺകുട്ടി എവിടെ പോയി? കാറിന്റെ ഡോർ തുറക്കുന്ന ശബ്ദം പോലും കേട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ? ഇതാലോചിച്ചയാൾ അവിടെയൊക്കെ നോക്കി. പക്ഷേ അവിടെ അയാളല്ലാതെ മറ്റാരും തന്നെ ഇല്ലായിരുന്നു. പെട്ടെന്ന് അയാളുടെ മനസ്സിൽ വല്ലാത്തൊരു ഭയം അനുഭവപ്പെടാൻ തുടങ്ങി. പിന്നെ അധികം നേരം അയാൾ അവിടെ നിന്നില്ല. തന്റെ കാറും എടുത്ത് അവിടെ നിന്ന് പോയി. നിങ്ങൾ ഈ കേൾക്കുന്ന കഥ ഇന്നേക്ക് 100 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന മനുഷ്യ മനസ്സുകളിൽ ഭീതി ഉളവാക്കുന്ന ഒരു പ്രേതാത്മാവിന്റെ അവിശ്വസനീയമായ കഥയാണ്. So today we will be exploring the haunted mystery story of Resurrection Mary with my channel Mystery Busters. ജെറി പാലസ് എന്നൊരാൾ ഒരു രാത്രിയിൽ താൻ സ്ഥിരം പോകാറുള്ള ഡാൻസ് ബാൽ ഹാളിൽ വെച്ച് അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. അയാൾ അവളെ തന്നോടൊപ്പം ഡാൻസ് ചെയ്യാനായി ക്ഷണിച്ചു. അയാൾ അവളോടൊപ്പം ഡാൻസ് ചെയ്യുന്നതിനിടെ അവളുടെ പേര് മേരിയാണെന്നും വീട് എവിടെയാണെന്നും ഒക്കെയുള്ള വിവരങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ ഡാൻസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ നേരം അവൻ അവൾക്ക് വീട്ടിലേക്ക് പോകാനായി തന്റെ കാറിലൊരു ലിഫ്റ്റ് വാഗ്ദാനം ചെയ്തു. അവന്റെ വാഗ്ദാനം സ്വീകരിച്ചവൾ അവനോടൊപ്പം കാറിൽ കയറി യാത്ര ആരംഭിച്ചു. കാർ ഏകദേശം അവളുടെ വീടിനടുത്തെത്താറായപ്പോൾ തന്നെ ആർച്ചർ റോട്ടിൽ ഇറക്കിയാൽ മതിയെന്ന് അവൾ അവനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ കാർ റിസറക്ഷൻ സെമിത്തേരിയുടെ അടുത്ത് നിർത്തി. അവൾ അവനോട് യാത്ര പറഞ്ഞിറങ്ങാൻ തുടങ്ങിയപ്പോൾ ഞാൻ കൂടെ വരണോ എന്നവൻ അവളോട് ചോദിച്ചു. വേണ്ട, അവിടേക്ക് വരാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും, ഞാൻ പൊയ്ക്കാളാം എന്ന് മറുപടി പറഞ്ഞവൾ തിരികെ നടന്നു. ജെറി തന്റെ കാറിൽ കയറി ഒന്നുകൂടെ അവളെ തിരിഞ്ഞു നോക്കി. പക്ഷേ അവിടെ അവൾ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവൾ എങ്ങോട്ട് പോയി? ഇതാലോചിച്ചവൻ കാറോടിച്ചു പോയി. കാറോടിക്കുമ്പോൾ അവന്റെ മനസ്സിൽ ആ പെൺകുട്ടിയെ കുറിച്ചോർത്ത് വല്ലാത്തൊരു ആശങ്കയുണ്ടായി. എന്തായാലും നാളെ അവളുടെ വീട്ടിൽ പോയി അന്വേഷിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ തന്റെ യാത്ര തുടർന്നു. പിറ്റേന്ന് അതിരാവിലെ തന്നെ ജെറി മേരിയുടെ വീട്ടിലെത്തി. മുൻവശത്തെ വാതിൽ അടച്ചിരുന്നു. അതുകൊണ്ട് അവൻ വാതിലിനടുത്തെത്തി തട്ടി വിളിക്കാൻ തുടങ്ങി. പെട്ടെന്ന് വാതിൽ തുറന്നൊരു മധ്യവയസ്കയായ സ്ത്രീ പുറത്തു വന്നു. മേരിയുടെ അമ്മയായിരിക്കാം എന്നവൻ മനസ്സിൽ കരുതി. അവർ ജെറിയോട് ആരാ, എന്തിനാണ് വന്നത് എന്നൊക്കെ തിരക്കാൻ തുടങ്ങി. അവൻ തന്നെ കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതിനു ശേഷം താൻ വന്ന കാര്യത്തിലേക്ക് കടന്നു. മേരി വീട്ടിലുണ്ടോ? അവളെ ഒന്ന് കാണാൻ പറ്റുമോ? അവൻ പറയുന്നത് കേട്ട് ആ സ്ത്രീ അമ്പരപ്പോടെ അവനെ തന്നെ നോക്കി. ഈ വീട്ടിൽ അങ്ങനെ ആരും തന്നെ ഇല്ലല്ലോ. പെട്ടെന്നവൻ മുൻവശത്തെ മുറിക്കുള്ളിൽ വെച്ചിരിക്കുന്ന മേരിയുടെ ഫോട്ടോ കാണാനിടയായി. ഉടനെ തന്നെ അവൻ ഫോട്ടോയിലേക്ക് കൈ ചൂണ്ടി, അതാണ് മേരി, എനിക്ക് അവളെയാണ് കാണേണ്ടത്. ഇത് കേട്ട സ്ത്രീ അമ്പരപ്പോടെയും സങ്കടത്തോടെയും, നിങ്ങൾ എന്താണ് പറയുന്നത്? അതെന്റെ മകളാണ്. അവൾ മരിച്ചിട്ട് 3 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇത് കേട്ടപാടെ ജെറിക്ക് തന്റെ തലയ്ക്ക് വല്ലാത്തൊരു പെരുപ്പ് അനുഭവപ്പെട്ടു. അവൻ പതുക്കെ വീടിന് പുറത്തിറങ്ങി. ആ ഞെട്ടലിൽ അവൻ അവരോട് ഒന്നും തന്നെ പറയാൻ കഴിഞ്ഞില്ല. അപ്പോൾ താൻ ഇന്നലെ കണ്ടത് മേരിയുടെ ആത്മാവായിരുന്നോ? വെറുതെയല്ല അവളുടെ കൈകൾ തണുത്തിരിക്കുന്നത്, അതൊരു മൃതദേഹത്തിന്റെ സ്പർശനമായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇങ്ങനെ ഓരോന്ന് മനസ്സിൽ പറഞ്ഞവൻ തന്റെ കാറിൽ കയറി. ഇല്ലിനോയ്സിലെ വില്ലോ സ്പ്രിംഗിലുള്ള ഓ ഹെൻറി ബാൾറൂമിൽ നിന്നാണ് മേരി എന്ന പെൺകുട്ടിയുടെ കഥ തുടങ്ങുന്നത്. 1920കളിൽ മേരി എന്നൊരു 19 വയസ്സുള്ള പെൺകുട്ടി തന്റെ സുഹൃത്തുക്കളോടൊപ്പം രാത്രിയിൽ സ്ഥിരം പോകാറുള്ള ഡാൻസ് പാർട്ടിക്കായി ഓ ഹെൻറി ബാൾറൂമിൽ പോയി. അന്നവിടെ വെച്ച് അവൾ തന്റെ കാമുകനെ കണ്ടുമുട്ടി. ആദ്യം സന്തോഷത്തോടെ തുടർന്ന സംസാരം ഒടുവിൽ വാക്കുതർക്കത്തിൽ അവസാനിച്ചു. അങ്ങനെ മേരി അവനുമായി പിണങ്ങി ആ രാത്രിയിൽ തനി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പുറത്ത് നല്ല മഴയായിരുന്നു. അവൾ മഴ വകവയ്ക്കാതെ ആ വിജനമായ വഴിയിലൂടെ നടക്കാൻ തുടങ്ങി. എന്നാൽ ആ രാത്രിയിൽ അവൾ തന്റെ വീട്ടിലെത്തിച്ചേർന്നില്ല. പിറ്റേന്നവളുടെ മൃതദേഹം റോഡരികിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ കണ്ടെത്തി.
അവളുടെ ശരീരത്തിലെ മുറിവുകൾ സൂചിപ്പിച്ചത് ആ രാത്രിയിൽ ഏതോ വാഹനം അവളെ ഇടിച്ചു തെറിപ്പിച്ചിരിക്കുന്നു എന്നായിരുന്നു. അവളെ ഒന്ന് രക്ഷിക്കാൻ പോലും മനസ്സില്ലാത്ത ഡ്രൈവർ അവളെ അവിടെ മരിക്കാൻ ഉപേക്ഷിച്ചിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു കാണും. മേരിയുടെ മാതാപിതാക്കൾ അവരുടെ ഇഷ്ടവസ്ത്രമായ വെളുത്ത ഗൗൺ ധരിപ്പിച്ച് അവളെ റിസറക്ഷൻ സെമിത്തേരിയിൽ അടക്കം ചെയ്തു. എന്നാൽ അവളുടെ മരണം ആ നാട്ടിൽ പുതിയ സംഭവ കഥകൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു. രാത്രി സമയങ്ങളിൽ ആർച്ചർ അവനിലൂടെ കടന്നുപോകുന്ന വണ്ടിക്കാർക്ക് നേരെ കൈനീട്ടി ലിഫ്റ്റ് ചോദിക്കുന്ന ഒരു പ്രേത പെൺകുട്ടിയെ കുറിച്ചുള്ള കഥകൾ പ്രചരിക്കാൻ തുടങ്ങി. അവളെ പലരും റിസറക്ഷൻ സെമിത്തേരിയുടെ ചുറ്റുപാടും ഡാൻസ് ഹാളുകളിലും നൈറ്റ് ക്ലബ്ബുകളിലും കണ്ടിട്ടുണ്ട്. വിളറി വെളുത്ത സുതാര്യ ശരീരവുമായി അലയുന്ന അവളുടെ സാന്നിധ്യം എല്ലാവരെയും ഭയപ്പെടുത്താറുണ്ട്. അങ്ങനെ ഇരിക്കെ 1980 ക്ലെയർ റുഡ്നിഗി എന്നൊരു യുവതി അവളുടെ ഭർത്താവും മാർക്കും കൂടി ഒരു രാത്രി സവാരി കഴിഞ്ഞ് സെമിത്തേരിയുടെ അടുത്തൂടെ കാറിൽ പോകുമ്പോൾ റോഡിലൂടെ ഒരു വെളുത്ത ഗൗൺ ധരിച്ച പെൺകുട്ടി നടന്നു പോകുന്നത് കാണാനിടയായി. അവൾ ഒരു ഗ്ലാസ് പോലെ സുതാര്യമായിരുന്നു. അവൾക്ക് ചുറ്റും വല്ലാത്തൊരു പ്രകാശ വലയമുണ്ടായിരുന്നു. അതൊരിക്കലും മനുഷ്യ സ്ത്രീയല്ല, എങ്കിൽ അത് മേരി തന്നെയാണ്. എങ്കിൽ അവളെ ഒന്ന് കണ്ടേക്കാമെന്ന് കരുതി അവർ തങ്ങളുടെ കാർ യൂടേൺ എടുത്ത് തിരികെ വന്നപ്പോഴേക്കും അവൾ അപ്രത്യക്ഷമായിരുന്നു. ഇതുപോലെ മറ്റൊരു സംഭവം നടന്നത് 1989 അന്ന് അർദ്ധരാത്രി ജാനർ കലാൽ എന്നൊരു പെൺകുട്ടി തന്റെ സുഹൃത്തിനോടൊപ്പം ഒരു വൈകുന്നേരം ഡ്രൈവിങ്ങിനെ പുറത്തുപോയി. അവർ റിസറക്ഷൻ സെമിത്തേരിയുടെ അടുത്തെത്തിയപ്പോൾ അവരുടെ വണ്ടിയുടെ മുന്നിലേക്ക് വെളുത്ത ഗൗൺ ധരിച്ചൊരു പെൺകുട്ടി എടുത്തു ചാടി. പെട്ടെന്നായതിനാൽ വണ്ടി ഒന്ന് ബ്രേക്ക് ചെയ്യുന്നതിന് മുൻപേ ആ പെൺകുട്ടിയെ ഇടിച്ചു തെറിപ്പിച്ചു. അവർ വണ്ടി നിർത്തി ഭയത്തോടെ അവിടെയെല്ലാം നോക്കി. എന്നാൽ അവിടെയെങ്ങും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ നീളുന്ന ഓരോരുത്തരുടെ അനുഭവ കഥകൾ. എന്നാൽ യഥാർത്ഥ മേരിയുടെ ഐഡന്റിറ്റി തിരക്കിയിറങ്ങിയവർ ആദ്യം വിചാരിച്ചത് 1934 നടന്ന ഒരു കാർ ആക്സിഡന്റിൽ കൊല്ലപ്പെട്ട മേരി ബ്രൊഗോവി എന്ന പെൺകുട്ടിയാണ് റിസറക്ഷൻ മേരി എന്നായിരുന്നു. എന്നാൽ മേരി ബ്രൊഗോവി കൊല്ലപ്പെട്ടത് ഡൗൺ ടൗൺ ലൂപ്പ് ജില്ലയിൽ വെച്ചാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇത് തെറ്റാണെന്ന് തെളിഞ്ഞു. മേരിയെ കുറിച്ചുള്ള തുടർ അന്വേഷണം ചെന്നെത്തിയത് 1927 ജൂലൈ 21 രാത്രിയിൽ ഡാൻസ് പാർട്ടി കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്ന ആളുകൾ സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ട് അന്ന് അവിടെ വെച്ച് 5 പേർക്ക് പരിക്കേൽക്കുകയും അന്ന നോർക്കസ് എന്നൊരു 12 വയസ്സുള്ള പെൺകുട്ടി കാറിനടിയിൽപ്പെട്ട് മരിക്കുകയും ചെയ്തു. എന്നാൽ ഇതാണ് യഥാർത്ഥ മേരി എന്ന് പറഞ്ഞെങ്കിലും അവളുടെ പ്രായവും ഇത് തെറ്റാണെന്ന് തെളിയിക്കുന്നതായിരുന്നു. കാരണം യഥാർത്ഥ മേരിക്ക് ഏകദേശം 19 വയസ്സായിരുന്നു പ്രായം. ഇങ്ങനെ മേരിയുടെ യഥാർത്ഥ വ്യക്തിത്വത്തെ പറ്റിയുള്ള പല സംശയകഥകൾ പുറത്തു വന്നെങ്കിലും അവളുടെ യഥാർത്ഥ ഐഡന്റിറ്റി ഇന്നും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായി തന്നെ നിലനിൽക്കുന്നു.